ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അടുക്കള സ്വാദ്. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കട്ട്ലേറ്റ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത സവോള, പച്ചമുളക്, പിന്നെ ഇഞ്ചി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീഞ്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഗരം മസാല പൗഡറാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ചെടുത്ത ചിക്കനെ ഒന്ന് മിക്സി ജാറിൽ ഒന്ന് ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുറച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് ഇതിനെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ബ്രെഡ് ക്രംസും പിന്നെ മുട്ടയുടെ വൈറ്റും ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത കോഴിമുട്ടയുടെ ആ വൈറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അടുത്തത് ഇതിനെ എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് നല്ലോണം കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തതിന് ശേഷം ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കട്ട്ലേറ്റ് ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വലിയ ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് 4-5 കട്ട്ലേറ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ എണ്ണയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കണത്. അപ്പോൾ അതേ നമ്മുടെ ഒരു സൈഡ് കട്ട്ലേറ്റൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി കട്ട്ലേറ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കണ ഒരു റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഏകദേശം അറിയാം. അപ്പോൾ അടുക്കള സ്വാദിൽ റെഡിയാക്കിയ കട്ട്ലേറ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത സെറ്റും കൂടെയും വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിന് എപ്പോഴും കോമ്പിനേഷൻ സോസാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് വിത്ത് സോസ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു ചായ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുകൂടാതെ അടുക്കള സ്വാദ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.